Career, she has appeared 12 movies. Some are Vimanam, Unide, Sulekha Mansil, Amala, etc. She is also a playback singer and also presented many Malayalam cover songs in her own style. She is here for the promotion of her upcoming movie, Mandagini. I invite sign artist Ms. Anarkali Marikar for the inaugural address. Ma'am, please. Hi. MES ഞാൻ സെക്കൻഡ് ടൈമാണ് ആക്ച്വലി വരുന്നത്. അങ്ങനെ ഒരു കോളേജിൽ രണ്ടാമത് പോകുന്നത് ആക്ച്വലി ആദ്യമായിട്ടാണ്. അപ്പോൾ പിന്നെ വീണ്ടും അന്നൊന്നും നിങ്ങളല്ലായിരുന്നു, വേറെ ആൾക്കാരായിരുന്നു. അപ്പോൾ വടേവർ നിങ്ങൾ തന്നെ ഉണ്ടാവും എൻ്റെ ദൈവമേ. അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ കൂൾ ആണോ? എന്താ 3 വർഷം എന്തോ കഴിഞ്ഞില്ലേ? ഓക്കെ ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പം വീണ്ടും MESൽ വരാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതുപോലെ നമ്മളൊരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പം ഓക്കെ, അതിലും കൂടുതൽ നമ്മൾ വീണ്ടും സംസാരിക്കാം. ബേസിക്കലി നിങ്ങളുടെ കോളേജിലേക്ക് അടിച്ചു വിളിക്ക്. ഇത് നിങ്ങളുടെ കോളേജ് ഡേ ഇനോഗ്രേറ്റ് ചെയ്തതായിട്ട് അറിയിച്ചു കൊടുക്കും. പാട്ട് പാടാം. I invite Abhi. Hi. ഹായ്, സെറ്റല്ലേ? ഒരു കൈയടിത്താ. എൻ്റെ ഞാൻ നെടുമങ്ങാടാ, തിരുവനന്തപുരത്ത്. അവിടെയൊക്കെ ഞാൻ വരുമ്പോൾ ഇതിനേക്കാളും വലിയ കൈയടി കിട്ടാറുണ്ട്. എന്നിട്ടും തരുന്നില്ലല്ലോ, ദാരിദ്ര്യമുള്ള ദൈവം. താങ്ക് യു, ഒരുപാട് സന്തോഷം. ആദ്യമേ എനിക്ക് ഫസ്റ്റ് ഒരു കൈഡി തന്നെ. ഇത് എന്തിനാണെന്നറിയോ? ഇവിടെ യൂണിയൻ ഉണ്ടോ? സ്റ്റുഡൻസ് യൂണിയൻ ഉണ്ടല്ലോ. എടാ, നിങ്ങളാണ് ഈ നട്ടുച്ച വെയിലെത്തിക്കണം, നിങ്ങൾ തണലെത്തിക്കേണ്ട ആൾക്കാരാണ്. യൂണിയനാണ് കേട്ടോ ഈ കൈഡി. കാര്യം നമ്മൾ ഇത്രയും പേര് ഇവിടെ വന്ന് ഇരിക്കുമ്പോൾ നമ്മൾ വെയിലുണ്ടെങ്കിലും അത്യാവശ്യം സുഖത്തിലാണ് ഇരിക്കുന്നത്. പക്ഷേ ഇങ്ങനൊരു പരിപാടി അറേഞ്ച് ചെയ്യാൻ അവർ ഇതിൻ്റെ പിന്നിൽ എത്രമാത്രം പ്രവർത്തിച്ചിട്ടുണ്ടാവും എന്നുള്ളത് കോളേജിൽ പഠിച്ചു വന്ന് എന്നെപ്പോൾ ഉള്ളവർക്ക് മനസ്സിലാവും. അവർക്കാണ് ഈ കൈയടി. 2, ഇവിടെ ഇരിക്കുന്ന പലരും ചിലപ്പോൾ ഇതിൻ്റെ പ്രയത്നമോ കാര്യങ്ങളോ ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. അവരായിരിക്കും ഏറ്റവും കൂടുതൽ അധ്വാനിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് അവരോട് പറഞ്ഞത്. ഞാനും ഇതുപോലൊരു യൂണിയനിലേക്ക് പ്രവർത്തിച്ചു വന്ന ആളായതുകൊണ്ട് ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ പൊളിറ്റിക്സ് ഇല്ല. പക്ഷെ അത് വളരെ നല്ലതാണ്, രാഷ്ട്രീയമില്ലാതെ വരുന്നത്. പിന്നെ നേരത്തെ നമ്മുടെ പ്രിൻസിപ്പൾ ചേട്ടനത് സാർ കണ്ടിട്ട് എനിക്ക് ചേട്ടാന്ന് വിളിക്കാനേ തോന്നുന്നുള്ളൂ. അതുകൊണ്ടാണ് ചേട്ടൻ മതി ഓരെ. പുള്ളിക്കൊരു സന്തോഷം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ ഇവിടെ എന്താണ്, നോമ്പ് തുറക്കുമ്പോഴത്തേക്ക് പാത്രത്തിന്റെ പേരിലാണ് എനിക്ക് ബിഗ് ബോസ് ആണ് ഓർമ്മ വന്നത്. ഇവിടെ അല്ലല്ല, ഇവിടെ നോമ്പ് തുറക്കുമ്പോൾ പാത്രത്തിനാണ് അടി. അവിടെ പാത്രത്തിലൊന്നും ഇല്ലാത്തോണ്ടാണ് അടി. ഇത്തവണ ചായക്കാണ് അടി. കാണാറുണ്ട് എല്ലാരും? ആരാ ഇഷ്ടം? അനാർക്കലി മറിക്കാൻ ബിഗ് ബോസ് ഇല്ലല്ലോ, അതാ നിങ്ങളുടെ കോളേജിൽ വന്നിരിക്കുകയാണ്. പക്ഷെ ഈ അനാർക്കലി 2ാം വട്ടം കാണാൻ ഭാഗ്യം ചെയ്ത ആൾക്കാരൊക്കെ ഏടാ മോനെ, അത് പൊളിച്ച്. നിങ്ങളാണ് ഏറ്റവും ഭാഗ്യം. 2ാം വട്ടം കണ്ടില്ലേ? ഞങ്ങൾ 1ാമത്തെ വട്ടം കണ്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷം. മെയ് 24-ാം തീയതിയാണ് മന്ദാകിനി റിലീസാകുന്നത്. ഇവിടെ ഇപ്പോൾ മിസ്സായ 2 പേരുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരാൾ ഈ പടത്തിൻ്റെ നായകനാണ്, അൽത്താഫ് സലീം. അൽത്താഫ് ഈ പടത്തിന് ഇവിടെ ഇപ്പോൾ എത്താൻ പറ്റാത്തത് ഫഹദ് ഫാസിലിനെ വെച്ചിട്ട് അടുത്ത പടം ഡയറക്റ്റ് ചെയ്യുന്നതുകൊണ്ടും ഒക്കെയാണ് വരാൻ പറ്റാതെ പോയത്. പിന്നെ ഇപ്പോൾ നിങ്ങളുടെ എനിക്ക് അറിയാം, നിങ്ങളൊക്കെ പലരും ഇരുന്ന് നമ്മൾ പലരും സംസാരിക്കുമ്പോഴും എനിക്ക് മുന്നേ ദീർഘമായ പ്രസംഗങ്ങൾ ഹലോ ഉണ്ടല്ലേ, ദീർഘമായ പ്രസംഗങ്ങൾ കാഴ്ചവെച്ച നമ്മുടെ സാറന്മാർ അവരൊക്കെ പറഞ്ഞപ്പോൾ ഇത് ഇപ്പോഴെങ്ങാനും തീരുമോയെന്ന് ആലോചിച്ച് ചില പിള്ളേരൊക്കെ ഇരുന്നിട്ട് എവിടെ കൊണ്ട് എത്തിക്കും, റിപ്പോർട്ട് വായിക്കും, ഇതിപ്പോൾ തീരുമോ, അങ്ങനെയൊക്കെ ആലോചിച്ചിരുന്നവരുടെ മുഖങ്ങൾ ഞാനിരുന്ന് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ദീർഘമായ പ്രസംഗങ്ങളിലേക്ക് ഇവിടെ ആരും പോകുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മെയ് 24 ആരും മറക്കരുത്, എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണണം. ഒരു 2 മണിക്കൂർ സംതിങ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ചിരിക്കാൻ പറ്റിയ പരിപാടികളാണ്. അതിന് വേറെ കാര്യം പറഞ്ഞു, നിങ്ങളൊക്കെ ഭയങ്കര വെയിലത്താണ്. എനിക്ക് നിങ്ങളെ കാണുമ്പോൾ വലിയ വിഷമമുണ്ട്. ഞങ്ങളും അതുപോലെ. ഹലോ, ഇത് ഞാൻ സംസാരം നിർത്താൻ വേണ്ടി ഇടയ്ക്ക് കട്ട് ചെയ്യുന്നതാണ്.
ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഇത് മാറ്റാൻ വേണ്ടിയിട്ട്, ഈ വെയിലും പരിപാടിയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളെ പടത്തില് അത് വിത്ത് പെർമിഷൻ ചോദിക്കണം. കാര്യം ഇതിനു മുന്നേ ഇവിടെ വന്നിട്ട് പോയത് ആവേശം ടീമാണെന്ന് തോന്നുന്നല്ലേ? ആരാ വന്നിട്ട് പോയി? ഇവിടെ അല്ലേ? ആരെ? അതിപ്പോ കുഴപ്പമില്ല. ആവേശം കണ്ടോ നിങ്ങളെല്ലാരും? ആവേശത്തിൽ ഇപ്പൊ ഏറ്റവും വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇല്യൂമിനാറ്റി സോങ് ആയിരിക്കും അല്ലേ? എടാ മോനെ, അതെ, ഇല്യൂമിനാറ്റി സോങ് പാടിയ ആള് ആരാ? ആരാന്നോ? ആരാ ആരാ എന്താ? ഡബ്സി അല്ലേ പാടിയത്? ഓക്കെ, ഇന്നിവിടെ ഡബ്സി ഇവിടെ വരണമെന്ന് ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച ആൾക്കാരാണ്. പക്ഷെ ഡബ്സി UK പോയതുകൊണ്ട് വരാൻ പറ്റില്ല. പക്ഷെ ആ ഡബ്സി പാടിയ ഒരു പാട്ട് ഞങ്ങളുടെ സിനിമയിലും ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇതിന് വൈബ് ചെയ്യാൻ പറ്റിയ പാട്ടാണ്. പക്ഷേ ഈ പാട്ട് ഞങ്ങൾ ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങളുടെ ഇത് കണ്ടപ്പോൾ ആ പാട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ പ്ലേ ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിന്റെ എല്ലാം ഒരു സിനിമയുടെ ഏറ്റവും വലിയ ആളാരെന്ന് വെച്ചാൽ അതിന്റെ പ്രൊഡ്യൂസറാണ്. കണ്ണാടി വെച്ചിരുന്ന് ഉറങ്ങുവാണോ ഞങ്ങളുടെ പ്രൊഡ്യൂസർ? ഇല്ല. ഓക്കെ, സഞ്ജുവേട്ടൻ ഇവിടെ ഉണ്ട്. സഞ്ജുവേട്ടന്റെ പെർമിഷൻ സഞ്ജുവേട്ടൻ തരുവാണെങ്കിൽ ആ പാട്ട് ഇവിടെ പ്ലേ ചെയ്യാം. വാ സഞ്ജുവേട്ടൻ വന്നോ? സഞ്ജുവേട്ടൻ ഒന്ന് വന്നിട്ട്. അല്ല, ഇത് വേറെ കാര്യമുണ്ട്. ഒരു കാര്യം പറയണേ, ഇതിവിടെ പ്ലേ ചെയ്യുവാണെങ്കിൽ കേരളത്തിൽ അല്ലെങ്കിൽ ലോകത്തിൽ ആദ്യമായിട്ട് നമ്മുടെ ഈ സിനിമയിലെ പാട്ട് കേൾക്കാൻ പോകുന്നവർ നിങ്ങളാണ്. പ്ലേ ചെയ്യുവാണെങ്കിൽ, എനിക്ക് ഇതിന്റെ ഒഫീഷ്യൽ പരിപാടികളൊന്നും അറിയില്ല. ഇതിന്റെ കോപ്പി റൈറ്റ്സ് ഇഷ്യൂസ് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അറിയാതെ പറഞ്ഞു പോയതാണ്. ഇനി അത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ സഞ്ജുവേട്ടൻ പറഞ്ഞു, കുഴപ്പമില്ല. അവന്മാർ ഇറങ്ങി വന്നായിരുന്നു. ഇനി എനിക്കാ പ്രശ്നം, പ്ലീസ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സോങ്സ് അരിഗമിയാണ് ചെയ്തേക്കുന്നത്. അവര് പറയുന്നത് പാട്ട് ഒരിക്കലും പുറത്തുവിടാൻ പാടില്ല. ഇല്ലില്ല, ഞാൻ പറഞ്ഞു വരുന്നുണ്ട്. പാട്ടിങ്ങൾ പ്ലേ തരാം. പാട്ട് തീർച്ചയായിട്ടും പ്ലേ ചെയ്യും. ഞാൻ 12th വരെ പഠിച്ചൊരു മനുഷ്യനാണ് കേട്ടോ. ആദ്യമായിട്ടാണ് കോളേജിൽ വരുന്നത്. ഞാൻ നിങ്ങളോട് ഇതെല്ലാം കേട്ടു. ജനാധിപത്യം, ഡെമോക്രസി, സംഗതി എല്ലാം കേട്ടു. എനിക്കിതൊന്നും കിക്കല്ല, ഈ സാധനമൊന്നും എനിക്കിതൊന്നും മനസ്സിലാവുന്ന പോലുമില്ല. നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹം കാണും. ആ ആഗ്രഹത്തിന്റെ പുറകെ പോവുക. തിരിഞ്ഞു നോക്കി ചിന്തിക്കുന്ന സമയത്ത് കുറച്ച് ഫ്ലാഷ് ബാക്ക് നമുക്ക് കിട്ടും. ആ ഫ്ലാഷ് ബാക്കാണ് നമ്മുടെ ജീവിതം. അതിനായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകും. അതാണ് എനിക്ക് നിങ്ങളോടുള്ള സാധനം. അല്ലല്ല, എനിക്ക് സഞ്ജു സാംസൺ കഴിഞ്ഞ അടുത്ത് ഈ സഞ്ജു ഏട്ടനാട്ടാ. സീരിയസ് ആയിട്ടാ. അല്ലല്ല, സഞ്ജുവേട്ടൻ പറഞ്ഞല്ലോ പ്ലേ ചെയ്ത്. ഇതിന്റെ ലീഗൽ ഇഷ്യൂസ് പുള്ളി നോക്കിക്കോളും. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് മുങ്ങും. ബാക്കി നിങ്ങൾ എന്നോട് ഉണ്ടാവണം. പ്ലേ ചെയ്യാം. ഓക്കെ അല്ലേ? കുളിക്കണ്ടേ? അപ്പൊ എല്ലാവരോടും ഒന്ന് കൂവിക്കാം ആദ്യം. ഇപ്പൊ ഞാൻ കൂവാൻ പറഞ്ഞപ്പോ ഒരു പാവപ്പെട്ട 10 പേർക്ക് ആഹാരം മേടിച്ചു കൊടുക്കുന്ന പ്രതി നിങ്ങൾക്ക് ഇല്ലായിരുന്നു. ആ സന്തോഷം ഒന്ന് കേടിച്ചേ. അരി ഇനി പാട്ട് പറയാം. അരി തുള്ളണോന്ന് പറഞ്ഞ് നീ കൊച്ചിന്ന് ഇവിടെ വന്നിരിക്കണം. കൂട്ടുകാരെല്ലാം വിളിച്ചോ, എല്ലാവരും വിളിച്ചോ. ഇല്ലെങ്കിൽ പ്രിൻസിപ്പാളിനടുത്ത് പറഞ്ഞിട്ട് ഇത് കട്ട് ചെയ്യും കേട്ടോ, ഉറപ്പായിട്ട്. എല്ലാവരും പ്ലീസ് 10 മിനിറ്റ് എല്ലാവരും വരുമോ പ്ലീസ്? വന്നോ.
തീർച്ചയായിട്ടും കാണണം. നല്ല ഒരു ത്രൂ ഔട്ട് കോമഡി എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ്. അനാർക്കലി അൽത്താഫാണ് നായകന്മാർ. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതിലൊരു അനാർക്കലിയുടെയും അൽത്താഫിൻ്റെ ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പെർഫോമൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നല്ലൊരു എൻ്റർടൈനറാണ് കോമഡി. അപ്പോൾ എല്ലാവരും ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും എല്ലാവരും പോയിട്ട് 24-ാം തീയതി നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററിൽ പോയി കാണുക, പടം വിജയിപ്പിക്കുക. ഓക്കെ. പിന്നെ അനാർക്കലി ഇതിൽ ഒരു നല്ലൊരു മനോഹര ഗാനം പാടിയിട്ടുണ്ട് നമ്മുടെ മന്ദാകിനിയിൽ. അപ്പോൾ അത് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അനാർക്കലി ആ പാട്ട് ഇവിടെ പാടില്ലേ? നിങ്ങൾ അഭ്യർത്ഥിക്കുകയാണെങ്കിൽ ആ പാട്ടും അനാർക്കലി നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് ആലപിക്കും. അല്ലല്ല, അനാർക്കലി 2ാം വട്ടം കാണാൻ ഭാഗ്യം ചെയ്തതുപോലെ ഈ പാട്ട് നിങ്ങളെ ലോകത്തിൽ ആദ്യമായിട്ട് കേൾക്കാൻ പോകുന്നു. എന്നാണ് വിശേഷം? ഞാൻ ഇത് വെക്കുന്നില്ല, ബിക്കോസ് എനിക്ക് അല്ല, അതുകൊണ്ടല്ല, ഇത് വെക്കാൻ പറ്റിയ പാട്ടല്ല ഞാൻ പാടുന്നത്. ഇതുപോലെ മന്ദാകിനി ഞങ്ങളുടെ വളരെ സ്വീറ്റ് ആയിട്ടുള്ള ചെറിയൊരു പടമാണ്. ഓക്കെ. അപ്പം ഈ 24-ാം തീയതി റിലീസ് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാവരും പോയി കാണണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്താ താല്പര്യം? ഞാൻ ഇത് പാട്ട് പാടണമെന്നാണ്. അടിപൊളി പാട്ട്, ഇതൊക്കെ അടിപൊളിയല്ലേ? കുറച്ചൊരു മെലഡി റെഡിയാണ്, ട്രാക്ക് റെഡിയാണ്. അപ്പം അതിനുമുമ്പ് വേറെ എന്തെങ്കിലും പാട്ടാണ് ട്രാക്ക് റെഡിയായ സമയത്ത് പാട്ട് പറ. എനിക്കതിനെ അപ്പൊ നിങ്ങൾ തിരിഞ്ഞെങ്കിൽ വേറെ പാട്ടാണ്. മറ്റേ സ്റ്റെപ്പ് കേട്ടോ. നിങ്ങൾ ഞാൻ പാട്ടിന് வெந்து புண்ணாக இதுவானோ கொஞ்சம் காதல் வளர உலகை கோவலர வந்தாட்டேனியே அந்த நேரம் நிற்கிறது போக்கசுக்கிற வார்த்தை திக்கிறவா கொஞ்சம் கூட்டி வச்சது வந்துடுச்சிட்டமா வச்சு சேர நிற்குது கண்ணெடுக்குது பொன்னடங்கிடவா இது வந்துடுச்சிட்டமா നിന്നെ
സിനിമ വളരെ അതുകൊണ്ടല്ല ഞാൻ എന്നോടായിട്ട് മാത്രം പറയല്ല, കുറേ തമാശയൊക്കെ ഉള്ള പിന്നെ അൽത്താഫിനെ അറിയാമല്ലോ, അപ്പം അതിൻ്റെതായ ഒരു രസം പടത്തിന് എന്തായാലും ഉണ്ടാവും. അൽത്താഫ് ഭയങ്കര ബിസിയാണ്. അൽത്താഫിൻ്റെ പടം, അടുത്ത പടം ആൾ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന പടം ഉടനെ ഷൂട്ട് തുടങ്ങും. അപ്പോൾ അതിൻ്റെ ഭയങ്കരമായ തിരക്കിലാണ് അൽത്താഫ്. അല്ല, അത് നമ്മുടെ പടത്തിൽ ഓൾറെഡി വർക്ക് ചെയ്തതാണ്, അതുകൊണ്ടാണ് അങ്ങനെ രീതിയിൽ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നായികൻ്റെ പടമായിരുന്നു. അപ്പോൾ എനിക്ക് അതുകൊണ്ട് തന്നെ വളരെയധികം സ്പെഷ്യലാണ്. ഈ 24-ാം തീയതിയാണ്. സ്വാഭാവികമായിട്ട് പതുക്കെ ചലിക്കുന്ന ഇങ്ങനെ ആ പേരിലാണ്. അപ്പൊ അത്തരത്തിലൊരു സ്ത്രീപക്ഷമായിട്ട് അടുത്ത അങ്ങനെ പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും കുറച്ച് സ്ത്രീപക്ഷമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പടം. കുറച്ച് സ്ത്രീപക്ഷം തന്നെയാണ് പൊളിറ്റിക്കലി സെയിം വൈബ്. ഓൾമോസ്റ്റ് ഒന്നും കുറച്ചുകൂടി എന്നാ വേണ്ടേ? ക്യാമറ